നമസ്കാരം. NDTVയുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ തീം ഫോർ 2018 International Teachers Day is Option A, teaching is freedom, empowering teachers. Option B, the right to education means right to a qualified teacher. Option C, teaching for a greener future. Option D, empowered teachers give an empowered generation. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ മീൻസ് റൈറ്റ് ടു എ ക്വാളിഫൈഡ് ടീച്ചർ എന്നുള്ളതാണ്. ദ ഇൻ്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് October 5th ഉള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who became the first person to lose honorary Canadian citizenship? Option A, Aung San Suu Kyi. Option B, Donald Trump. Option C, Malala Yousafzai. Option D, Michael Harris. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഓങ് സാൻ സൂ കിയാണ്. ഓങ് സാൻ സൂ കിക്ക് 2007 കനേഡിയൻ ഹോണററി സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. അത് മ്യാൻമറിലൊരു ലീഡറാണ് അദ്ദേഹം. അപ്പോൾ ഈ റീസെൻ്റ്ലി നടന്നിട്ടുള്ള റോഹിംഗ്യ ക്രൈസിസ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് എന്നുള്ള ബേസിസിൽ കനേഡിയൻ സിറ്റിസൺഷിപ്പ് അവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കറണ്ട് അഫെയറിൽ ഓർത്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ 4th edition ഓഫ് ഇന്ത്യൻ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ is being held at Lucknow. What is this year's theme? Option A, Future of Science. Option B, Science for Future. Option C, Science for Change. Option D, Science for Transformation. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സയൻസ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. IASF എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ നാഷണൽ ലെവലിലുള്ള സയൻസ് സ്കോളേഴ്സ്, ഡിപ്ലോമാറ്റ്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ലക്നൌവിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the name of the new government initiative under which the air passengers can soon use facial recognition technology to enter the airport? Option A, BioYatra. Option B, DigiYatra. Option C, Naya Yatra. Option D, Fast Track. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിജി യാത്രയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ ഉപയോഗിച്ചിട്ട് പാസഞ്ചേഴ്സിന് എയർപോർട്ടിൽ കുറേ സമയം സേവ് ചെയ്യാൻ പറ്റും, ചെക്ക് ഇൻ ചെയ്യാൻ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ആയാൽ പാസഞ്ചേഴ്സിന് അതിൽ രജിസ്റ്റർ ചെയ്യാം. ഏതെങ്കിലും ഒരു ID പ്രൂഫ്, ആധാറോ അതുപോലുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫോ വെച്ചിട്ട് പാസഞ്ചേഴ്സിന് രജിസ്റ്റർ ചെയ്യാം. അത് ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് 1 ടൈം വെരിഫിക്കേഷൻ ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷം ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പിന്നീടുള്ള യാത്രകൾ കുറച്ചും കൂടെ സിമ്പിളാക്കാൻ പറ്റും. പക്ഷേ സെക്യൂരിറ്റി ചെക്ക് മാൻഡേറ്ററി ആണ്. അതിന് മുമ്പുള്ള ഫേസസൊക്കെ ഈസിലി കിടക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The book The Last Girl, My Story of Captivity and My Fight Against the Islamic State has been written by whom? Option A, Amal Clooney. Option B, Malala Yousafzai. Option D, Nadia Murad. Option D, Salman Rushdie. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നാദിയ മുറാദാണ്. ഇവർക്കാണ് 2008 നോബൽ പീസ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. പീസ് പ്രൈസ് വിന്നറാണ്. ഇവർ ISISൻ്റെ സ്ലേവ് ആയിരുന്നു. അവരൊന്ന് എസ്കേപ്പ് ചെയ്ത് സർവൈവ് ചെയ്തൊരു ആളാണ്. അപ്പോൾ അവരുടെ വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അവരുടെ ബുക്കിനാണ് ഈ വർഷത്തെ അവരുടെ ബുക്കാണ് ദ ലാസ്റ്റ് ഗേൾ, മൈ സ്റ്റോറി ഓഫ് ക്യാപ്റ്റിവിറ്റി ആൻഡ് മൈ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മേരാ ഹുച്ചുങ്ബ ഇസ് വിച്ച് സ്റ്റേറ്റ്സ് ട്രഡീഷണൽ ഫെസ്റ്റിവൽ? ഓപ്ഷൻ എ മേഘാലയ. ഓപ്ഷൻ ബി മണിപ്പൂർ. ഓപ്ഷൻ സി ആസാം. ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മണിപ്പൂരാണ്. മണിപ്പൂരിൻ്റെ ട്രഡീഷണൽ ഫെസ്റ്റിവലാണ് മേരാ ഹുച്ചുങ്ബ എന്ന് പറയുന്നത്. ഇതൊരു ബ്രദർഹുഡൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലുള്ള ഫെസ്റ്റിവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to UK-based charity Oxfam International's commitment to reducing inequality index, India's rank is dash among 157 countries analyzed. Option A 130, Option B 60, Option C 100, Option D 147. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 147 ആണ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 147 ആണ്. ഇത് വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു റാങ്കാണ്. കാരണം ഇന്ത്യയുടെ ഇനീക്വാലിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 147 എന്ന് പറയുന്നത് ഇനീക്വാലിറ്റി ഇന്ത്യയിൽ ഇപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നു, കൂടുതലാണ് എന്നുള്ള ഒരു മെസ്സേജാണ് തരുന്നത്. അപ്പോൾ അതിനെതിരെ ഗവൺമെൻറ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ ചാൻസസ് അത് ഫർദർ ന്യൂസസിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാഷണൽ പോസ്റ്റൽ വീക്ക് ഈസ് ഒബ്സർവ്ഡ് ഓൺ? ഓപ്ഷൻ എ 1 to 7 October, 9 to 15 October, 10 to 17 October. ഓപ്ഷൻ ഡി 15 to 22 October. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, 9 to 15 October ആണ് നാഷണൽ പോസ്റ്റൽ വീക്കായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. നാഷണൽ പോസ്റ്റ് ഡേ എന്ന് പറയുന്നത് October 9th. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ ക്രൗൺഡ് ആസ് ഇന്ത്യാസ് മിസ് ട്രാൻസ് ക്യൂൻ 2018? ഓപ്ഷൻ എ റീന റായ്. ഓപ്ഷൻ ബി വീണ സിൻഡ്രെ. ഓപ്ഷൻ സി നമിത അമ്മു. ഓപ്ഷൻ ഡി നിതാഷ ബിസ്വാസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്.
വീണ സിൻഡ്രയാണ് ട്രാൻസ്ക്യൂൻ ആയിട്ട് 2018 ആയിട്ട് ക്രൗൺ ചെയ്യപ്പെട്ടത്. ഇത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതുകൊണ്ടാണ് ഈ ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് വരാൻ കാരണം ഈ പേര് ഓർത്തിരിക്കും. നമിത അമ്മു ആണ് സെക്കൻഡ് റണ്ണറപ്പായിട്ട് വന്നിരിക്കുന്നത്. അവരെ പിന്തള്ളിയിട്ടാണ് വീണ സിൻഡ്രെ ഫസ്റ്റ് ക്രൗൺ നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An anti-terrorist force ATF called Kavach is launched by option A Himachal Pradesh, option B Haryana, option C Punjab, option D Sikkim. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഹരിയാനയാണ്. ഹരിയാനയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റി ടെററിസ്റ്റ് ഫോഴ്സാണ് കവച്ച് എന്ന് പറയുന്നത്. ഇവരെ ട്രെയിൻ ചെയ്യുക NSG ആയിരിക്കും, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിരിക്കും ഇവരെ ട്രെയിൻ ചെയ്യുക. പോലീസിങ് നോർമലി സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ്. ഓരോ സ്റ്റേറ്റിൻ്റെയും ലെജിസ്ലേറ്റീവ് പവറിനുണ്ടല്ലോ വരുന്നൊരു കാര്യമാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസിലും കൂടെ ഇത് ഓർത്തിരിക്കുക. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ് പോലീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ സ്കൈ 2018 ലാർജ് സ്കെയിൽ എയർ എക്സസൈസ് ലോഞ്ച്ഡ് ബൈ ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ടർക്കി, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ഉക്രൈൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഉക്രൈനാണ്. ഉക്രൈനും US-ഉം മറ്റ് നാറ്റോ കൺട്രീസൊക്കെ ചേർന്നിട്ടുള്ളൊരു എയർ എക്സസൈസ് ആണ് ക്ലിയർ സ്കൈ 2018 എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ തീം ഫോർ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ 2018? Option A young people and mental health in a changing world. Option B mental health in the workplace. Option C psychological first aid. Option D dignity in mental health. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, യങ് പീപ്പിൾ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇൻ എ ചേഞ്ചിങ് വേൾഡ്. ഈ അടുത്ത സ്റ്റഡീസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇത് ബേസ് ചെയ്തിട്ട് യങ് ആയിട്ടുള്ള ആളുകൾ യൂത്തിൻ്റെ മെൻ്റൽ സ്ട്രെസ്സ് കൂടുന്നു, സൂയിസൈഡ് ടെൻഡൻസി കൂടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ബേസിസിൽ ഈ ഒരു തീമും ഈ ഒരു ഡേയുടെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ 10th October ആണ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. വേൾഡ് ഫെഡറേഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത് ആണ് ഈ ഒരു ഡേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് ആൻ ആപ്പ് മഹാമഡത്ത് ടു അനലൈസ് ദ ഡ്രൗട്ട് സിറ്റുവേഷൻ? ഓപ്ഷൻ എ വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കർണാടക. കറക്റ്റ് ആൻസർ എന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര വളരെ ഡ്രൗട്ട് പ്രോൺ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവരിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ ആപ്പാണ് മഹാമഡത്ത് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India's first national dolphin research center situated in option A Patna, option B Kolkata, option C Chennai, option D Ranchi. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പാട്നയാണ്. ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പാട്നയിലാണ്. റിവർ ഡോൾഫിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ അക്വാറ്റിക് അനിമലും കൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം ലോഞ്ച്ഡ് ആൻ ഇൻസ്റ്റൻറ്റ് ലോൺ അപ്രൂവൽ ആൻഡ് ഡിസ്പേഴ്സൽ പ്രോഡക്റ്റ് കോൾഡ് ബൂസ്റ്റ്? ഓപ്ഷൻ എ മൊബിക്വിക്ക്, ഓപ്ഷൻ ബി Paytm, ഓപ്ഷൻ സി ഫോൺപേ, ഓപ്ഷൻ ഡി ഫ്രീ ചാർജ്. കറക്റ്റ് ആൻസർ എന്നത് മൊബിക്വിക്കാണ് ബൂസ്റ്റ് എന്നുള്ള പേരിലൊരു ഇൻസ്റ്റൻറ്റ് ലോൺ ഡിസ്പേഴ്സൽ മെക്കാനിസം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് ലോൺ ഡിസ്പേഴ്സൽ മെക്കാനിസംസ് വരുന്നുണ്ട്. അതിലൊരു പേരാണ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഈ പേരും ഓർത്തിരിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ കഴിഞ്ഞ ഒരാഴ്ചത്തെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി മോർ ക്വസ്റ്റൻസ് എൻട്രി ആപ്പിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിൽ അവൈലബിൾ ആണ്. അതെടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.